ഹലോ, ഇന്ന് നമുക്ക് ബേക്കിംഗ് സോഡയും ഈസ്റ്റും ഒന്നും ചേർക്കാണ്ട് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി റെഡിയാക്കിയാലോ. ഒരു പക്ഷേ എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും അളവിൽ ചെറിയൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും ഉണ്ടാവില്ല കേട്ടോ. അതിനായിട്ട് 3 കപ്പ് പച്ചരി നമ്മൾ എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് വേറൊരു ബൗളിലോട്ട് 3/4 കപ്പ് ഉഴുന്നെടുത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി. 3 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ കുതിർന്ന് വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ പച്ചരിയാണ് അടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 3 കപ്പ് പച്ചരിക്ക് 1.5 കപ്പ് ചോറ് എന്ന രീതിയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതുപോലെ വേണം കേട്ടോ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അടുത്തതായിട്ട് ഉഴുന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഉഴുന്നടിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള അത്രയും അളവിൽ മാത്രമേ വെള്ളം ചേർക്കാൻ പറ്റുള്ളൂ. ഇത് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പച്ചരിയുടെ കൂട്ടിലോട്ട് ഒഴിച്ച് നല്ലോണം കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ഒരു 10 മിനിറ്റെങ്കിലും മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാൻ തലേ ദിവസം മാവ് അടിച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും മാവ് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇനി ഈ ബാറ്റർ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു ഇഡ്ഡലി തട്ടിൽ കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുത്തിട്ട് അതിലോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് സ്റ്റീം ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. പിന്നെ നിങ്ങളിത് സ്റ്റീം ചെയ്യാൻ വേണ്ടി വെക്കുമ്പം ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതാ 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്കിത് പാത്രത്തിൽ നിന്ന് ഒന്ന് പതുക്കെ മാറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഈസി ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഇഡ്ഡലി കിട്ടിയിട്ടുള്ളത്. അത് മാത്രമല്ല നല്ല സോഫ്റ്റും ആണ് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഇഡ്ഡലി കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്